Hello, hi, welcome to my channel Spread Your Wings. കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ, മൂന്നാർ. ഇന്നത്തെ വിശേഷങ്ങൾ മൂന്നാറിലെ ഒരു ക്യാമ്പിംഗ് സൈറ്റിനെ കുറിച്ചാണ്. ക്ലൗഡ് ഫാം. ട്രക്കിംഗ്, അഡ്വഞ്ചർ, നേച്ചർ ഫോട്ടോഗ്രാഫി എല്ലാം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും പോകണം. നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലമായ ദേവികുളത്തിന്. ഇവിടെയാണ് സ്പ്രിംഗ് ഡെയിൽ റിസോർട്ട്. നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. പോകുന്ന വഴി നമ്മൾ 2 വാട്ടർഫോൾസ് കാണും. വാളയാർ വാട്ടർഫോൾസും ചിയാപ്പാറ വാട്ടർഫോൾസും. അപ്പോൾ സ്പ്രിംഗ് ഡെയിൽ റിസോർട്ട് വരുന്നവരുടെ ഒരു കാര്യം ഓർക്കണം. വരുന്ന വഴിക്ക് ഇവിടെ ഒരു നോ യൂ ടേൺ ബോർഡ് കാണും. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് യൂ ടേൺ എടുത്ത് റിസോർട്ടിലേക്ക് കയറരുത്. മുന്നിലേക്ക് പോയി കുറച്ച് ദൂരം ചെന്ന് അവിടുന്ന് യൂ ടേൺ എടുത്ത് തിരികെ വന്ന് വേണം റിസോർട്ടിലേക്ക് കയറാം. പിന്നെ ഈ സ്പ്രിംഗ് ഡെയിൽ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ സർവീസൊക്കെ വളരെ നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഷെയർ ചെയ്യാം. ഇവിടുന്ന് പോകുന്ന വഴി നമ്മൾ മാട്ടുപ്പെട്ടി ഡാമും പിന്നെ എക്കോ പോയിൻറ്റും കണ്ടു. എക്കോ പോയിൻ്റ് വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് നമ്മൾ പറഞ്ഞാലും 2 സെക്കൻഡിന് ശേഷം അത് റിപ്പീറ്റ് ആവുമെന്നാണ് പറയുന്നത്. എക്കോ കേക്കോ എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ പരീക്ഷണമൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആനയൊക്കെ കണ്ടിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് വട്ടവട വില്ലേജിലേക്കാണ്. വട്ടവട വില്ലേജിലേക്ക് പോകുന്ന വഴിക്ക് 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും പ്രകൃതിയുടെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയാൽ ഇവിടെ സൂര്യപ്രകാശം കാണാൻ കഴിയും. പക്ഷേ ഇതൊരു 1 മിനിറ്റ് മാക്സിമം കണ്ടു കാണും ഈ ഒരു സൂര്യൻ്റെ പ്രകാശം. ഇത് 1 മിനിറ്റിന് ശേഷം ഉടൽ മഞ്ഞുകൊണ്ട് മറയുകയായിരുന്നു. കംപ്ലീറ്റ് ആ സൂര്യപ്രകാശമൊന്നും കാണാതെ ഫുൾ മഞ്ഞായിരുന്നു. നമ്മൾ വട്ടവട വില്ലേജിലേക്ക് കയറുകയാണ്. ഈ വട്ടവട വില്ലേജിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, പേര് എല്ലാം എഴുതി കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് പോകാൻ. അപ്പോൾ അവിടെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇനി 5 കിലോമീറ്റർ നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന്. അപ്പോൾ വന്യമൃഗങ്ങളും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടുന്ന് എന്തായാലും പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശം അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അവിടെ നമുക്ക് ഫാമൊക്കെ കാണാൻ കഴിയും. ക്യാബേജിൻ്റെയും സ്ട്രോബെറിയുടെയും ഒക്കെ ഫാം. പിന്നെ ജാമ്, കാട്ടു തക്കാളി, ഫാഷൻ ഫ്രൂട്ട്, പിന്നെ സീഡ്സ് ഒക്കെ നമുക്ക് അവിടെ കിട്ടും. അത് നമുക്ക് വാങ്ങാൻ കഴിയും. പിന്നെ പോകുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂസ്, വാട്ടർ, സ്നാക്സ്, പിന്നെ ഒരു പാക്കറ്റ് സോൾട്ട്, ഉപ്പ് അത് കരുതണം. കാരണം വെച്ചാൽ കൊളയറ്റയുണ്ട്. അപ്പോൾ കൊളയറ്റ കാലിൽ പിടിച്ച് കഴിഞ്ഞാൽ അത് പോകാനായിട്ട് അത് ഉപ്പിട്ട് കൊടുത്താലേ പോവുള്ളൂ. ഞങ്ങളിതൊന്നും കരുതിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ട്രക്കിങ്ങിൻ്റെ റിപ്പോർട്ടിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാപ്പെട്ടി പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ നമ്മുടെ വരുന്ന വണ്ടി നമുക്കവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അത് നോക്കാനും ഒരാളുണ്ട്. പിന്നെ നമുക്ക് 2 ഗൈഡ് കാണും. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് 2 മണിക്കാണ് രജിസ്ട്രേഷൻ. 3 മണിക്ക് ട്രക്കിംഗ് ആരംഭിക്കും. 3.5 കിലോമീറ്റേഴ്സ് ഉണ്ട് നടക്കാനായിട്ട്. കുറച്ച് അഡ്വഞ്ചറസ് ആണ് ജേണി. നമ്മുടെ കാലിനൊക്കെ ചോരയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 20 പേർക്കാണ് സീറ്റ് ഉള്ളത് പോകാനായിട്ട്. ഇതാണ് ട്രക്കിംഗ് ഷൂസും ഇല്ലാണ്ട് പോയുള്ള അവസ്ഥ. 1.5 അവേഴ്സിനുള്ളിൽ നമ്മൾ മേളിലെത്തിയിരുന്നു. അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഒരു കട്ടനും ബിസ്ക്കറ്റുമാണ് കിട്ടിയത്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ കഴിഞ്ഞില്ല. അപ്പം നല്ല ക്ലൈമറ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സൺസെറ്റ് കാണാൻ സാധിക്കും. ഞങ്ങൾക്കത് പറ്റിയില്ല. ദൂരെ കാണുന്ന ആ ടെൻറ്റിലാണ് നമുക്ക് താമസിക്കാനുള്ളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ബേസിക്കലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ഇത് രാത്രിയിലത്തെ പിക്ചറാണ്. ഇവിടെ ആകെ കോടയായിരുന്നു. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ഫുഡ് സൂപ്പറായിരുന്നു. ചപ്പാത്തി ചിക്കൻ കറിയും ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും, അത് 2 ഓപ്ഷനുണ്ട്. പിന്നെ ബാർബിക്യൂ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ 150 റുപ്പീസ് അടച്ച് നമുക്ക് ബാർബിക്യൂ കിട്ടും. എന്തായാലും ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല
ഇന്നലെ വൈകിട്ട് വന്നതിൻ്റെ തളർച്ച കാരണം ഇവിടുത്തെ ശരിക്കുള്ള ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റിയില്ലായിരുന്നു. ശരിക്കും രാവിലെയാണ് മനസ്സിലായത്. അത് ശരിക്കും ഒരു ഹെവൻ പോലായിരുന്നു. അത്ര ഭംഗിയായിരുന്നു കാണാൻ. നമ്മൾ ശരിക്കും ക്ലൗഡിൻ്റെ ഒരു ഫാം തന്നെയാണ്. ശരിക്കും നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന പോലെ ഒരു എഫക്റ്റായിരുന്നു. ഫുള്ള് ചുറ്റിനും മഞ്ഞ് പൊടി, പഞ്ഞി പോലെ ഇരിക്കുന്ന മഞ്ഞും ആ ക്ലൈമറ്റിൻ്റെ ആ തണുപ്പും എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ രാവിലെ കണ്ണു തുറന്ന് എനിക്ക് കാണുന്ന ആദ്യത്തെ കാഴ്ച നമ്മൾ ശരിക്കും ഈ മേഘത്തിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ഒരു എഫക്റ്റായിരുന്നു. എന്തായാലും വളരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. ട്രക്കിംഗ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെ ബുക്ക് ചെയ്യണം, ഏത് നമ്പറിലേക്കാണ് ബുക്ക് ചെയ്യേണ്ടത്, ക്യാൻസലേഷൻ്റെ കാര്യം, അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങളും പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കണം. ഓക്കെ, താങ്ക് യു.